പൈസ ഇതാ. ആട്ടോ ഒരു രൂപയുള്ള. ഏട്ടാ 12 മണിയായല്ലോ, എന്താ കട പൂട്ടാത്തെ? ഇത് പൂട്ടണമെന്നുണ്ട് മോനെ, പക്ഷേ ഇവറ്റുകൾ പോയിട്ട് വേണ്ടേ പൂട്ടാൻ. എന്നാ ശരി ഏട്ടാ. പപ്പ ഒരിക്കൽ ഫോൺ നോക്കട്ടെ. ആ പൊന്നുമോ പിന്നെ എത്തിയല്ലോ. എന്താടാ എനിക്കൊരു ചെറിയല്? നിനക്കൊന്നും നാണമില്ലടാ ചെറിയ കുട്ടിക്ക് ലഹരി മേടിച്ചു കൊടുത്ത് വഴിപിഴപ്പിക്കാൻ. നിന്നെ പൂട്ടേണ്ട എല്ലാ തെളിവുകളും ഇവിടെ ഉണ്ട്. അവന്റെ ഒരു ചിരി. സാർ, ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചുകൂടെ? ഇനി ആവർത്തിക്കൂല. അതെല്ലാം അങ്ങ് SI സാറോട് പറഞ്ഞേക്കുക. എടാ നീ ചോദിക്കേ. സാറേ ഒരു പ്രാവശ്യത്തേക്കൊന്ന് ഒഴിവാക്കിക്കൂടെ സാറേ? എടാ എനിക്കൊന്നും വേണ്ടി നീ ഒന്ന് ഹെൽമെറ്റ് വെക്കണ്ട. നിന്റെയൊക്കെ വീട്ടുകാർക്ക് മുഖം മര്യാദയ്ക്ക് കാണണമെങ്കിലേ ഹെൽമെറ്റ് വെക്കണം, മനസ്സിലായാ? അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. നിനക്ക് മൊത്തത്തിലൊരു പുച്ഛമുണ്ടല്ലോടാ. കഴിഞ്ഞ 2 ആഴ്ചയായി നിന്റെ പുറകെ ഞങ്ങളുണ്ട്. ഇനി പറ, നിന്റെ മുകളിൽ ആരാ? എനിക്കറിയില്ല സാറേ. അറിയാത്തായിരുന്നു ഞാനെങ്ങനെ പറയാ? ഇത് പിന്നെ നിന്റെ വീട്ടിൽ പൊട്ടി മുളച്ചാ എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാ. ആ പണി നീ എന്നെ കൊണ്ട് എടുപ്പിക്കറേ. 10 മിനിറ്റ് കൊണ്ട് ഇവരോട് സത്യമായിട്ട് പറഞ്ഞോളൂ. നീ സത്യം എന്താ വെച്ചാൽ നമ്മളോട് പറ. SI സാർ വന്ന കളി മാറുവേ. ഇന്നലത്തെ ആക്സിഡന്റ് എന്തായി രാജീവ? മകൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ മരിച്ചു. അതിനുശേഷം അച്ഛനും മരിച്ചു. ഓ, ഈ തെരുവ് നായ്ക്കളെ കൊണ്ട് എത്രയാളാ മരിക്കുന്നല്ലേ? ഇതെല്ലാം നായകളോട് പറഞ്ഞിട്ട് എന്താ കാര്യം സാറേ? ഇതൊന്നും നായകൾക്ക് അറിയില്ലല്ലോ. സാർ, അവൻ പഠിച്ച കളനാ സാറേ. അവനൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ബാബു സാർ ചോദിക്കേണ്ട പോലെ ചോദിച്ചില്ലേ? അത് പിന്നെ സാറ് വന്ന് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാ. ഓ, നമുക്ക് ചോദിക്കാം. ഞാൻ വരാം. സാറേ നമ്മളിനി എന്ത് ചെയ്യണ്ടേ സാറേ? എടാ ഈ കയ്യിൽ തൂക്കിയെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുമോ? ഏതായാലും ഇവിടെ തന്നെ നിൽക്ക്, മനസ്സിലായടാ? ഇതാ നിങ്ങൾക്കുള്ള ശിക്ഷ. വിഷ്ണു, സിമ്പിളായൊരു ചോദ്യം. നിനക്കാരാണ് ബൾക്കായി സാധനം എത്തിച്ചേരുന്നത്? ഉത്തരം പെട്ടെന്നായിരിക്കണം. എനിക്കറിയില്ല സാറേ. അറിയാത്തായിരുന്നു ഞാനെങ്ങനെ പറയാ? എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. കാര്യങ്ങൾ മാതൃകാപരമായിരിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് പ്രാകൃതമാവാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ എന്താടാ കരുതിയേ? 4 പാക്കറ്റ് ഹൻസ് പിടിച്ചിട്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നോ? നരിപ്പറ്റ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് നീ കൊടുത്ത ലഹരി മിഠായികളുടെ എണ്ണം ഞാൻ നിനക്ക് പറഞ്ഞു തരണോടാ. എടാ സ്റ്റുഡന്റ് പോലീസ് വരെ ഇപ്പൊ അലർട്ടാടാ. Abe!
നീ ആദ്യം കുട്ടിക്ക് മധുരം കൊടുക്കും. പിന്നീടല്ലോ അച്ഛന്റെ അമ്മേന്റെ തല വളർന്ന് കിട്ടുന്ന പണം കൊണ്ട് വാങ്ങുന്ന ലഹരിന്റെ ഉറവിടം അത് നമ്മൾ കൂട്ടും. അതെനിക്ക് കാണിച്ചു തരാം. പറടാ. ചേട്ടനടുത്ത് കരിക്കച്ചവടം ചെയ്യുന്ന അയ്യൂബ്. ഏതാ അയ്യൂബ്? രണ്ടുപുറത്ത് അയ്യൂബ്. നീയാടാ ഞണ്ടുപുറത്ത് അയ്യൂബ്? അതെ സാറേ. സാർ ഒന്ന് കൊത്തട്ടെ. അവിടെ വെച്ചേ, ഇങ്ങോട്ട് വാ. വാ. എന്താ സാറേ? അയ്യൂബേ, സാറേ അയ്യൂബേ, വളച്ചു കേട്ടില്ലാത്തൊരു കാര്യം ചോദിക്കാം. ഇവിടുത്തെ ഹാൻസിന്റെ മൊത്തം ഡീലർ നീയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. നിങ്ങൾ ഈ തമാശ പറയാനിവിടെ വന്നിന്? അപ്പൊ ഇതുമായി നിനക്ക് യാതൊരു ബന്ധമില്ല? നമ്മ അങ്ങനെയുള്ള ആളല്ല സാറേ. ബാബു സാറേ, സിനോജേ, ദാ. ദാ, നിക്കടാ. ഇങ്ങ് വാ. ഓടണ്ട മാവേലി 1/2 മണിക്കൂർ ലേറ്റാ. யாரடா இந்த கர்மா? ஏய் திருட்டு மூஞ்சி, தேடா வேற எங்காச்சும் போ. നിനക്ക് ആരാ സാധനം തരുന്നേ? സാറേ എനിക്ക് സാധനം തരുന്ന ആളറിയില്ല. വേണമെന്നൊരു ഫോട്ടോ എടുത്ത് എവിടെടാ? റൂമില്ല സാറേ. നീ പറഞ്ഞ അഡ്രസ് ഫോട്ടോ കൊടുത്തു. ഇവിടെ ഉണ്ട് സാറേ. എടുക്കടാ എന്നാല്. ഓട്ടോടെ നീ പറഞ്ഞ ഫോട്ടോ അഡ്രസ് ഈന്തുണ്ട് സാറേ. എന്താ എടുക്കടാ. ഇതാ സാറേ, ഇതിനകത്ത് ഫോട്ടോ ഫുൾ അഡ്രസ്സും ഉണ്ട്. ഇതാന്ന് ഒറിജിനൽ മലയാളി, നമ്മൾ വെറും പാവപ്പെട്ടവരാ. നീ എന്നാടാ ആളക്കളിയാക്കല? വിട് സിനോജേ, ഒന്ന് തന്നാലോ. സാറ് വിട് സാറേ. ബാബു സാറേ, അവരെ അങ്ങ് ഇറക്കി വിട്ടേക്ക്. സാറെന്നാ സാറേ പറയുന്നത്. ഇറക്കി വിട്ടേക്ക്. ഷിനോജേ, സാർ അവരിറക്കി വിട്. നമ്മൾ രക്ഷപ്പെട്ട്. വണ്ടി റിവേഴ്സ് വരുന്നുണ്ടല്ലോ. ഇത് സിനിമയെല്ലാം കാണുന്ന പോലെ നമ്മളെവിടെ വെക്കാനോ? അതൊക്കെ ഉറപ്പാ. ഇനിയെങ്ങാട്ടി സ്റ്റേഷനിൽ കാണേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കൊട്ട് ബാക്കി ഉണ്ടാവില്ല. സാറെന്ത് പടിയാ സാറേ കാണിച്ചേ? ഒരു കണക്കിന് അവര് നിരപരാധികളല്ലേ ബാബു സാറേ? ഇവിടുത്തെ സിസ്റ്റം അനുമതി നൽകിയ കമ്പനികൾ മനുഷ്യന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടല്ലേ ഇവിടുത്തെ ജനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത്. ബാബു സാറേ, നമ്മൾ എവിടുന്ന് തുടങ്ങണം? ഇനി അവിടുന്ന് തുടങ്ങണം. സാറേ, നമുക്ക് മിന്നാമിനിങ്ങളും പിടിച്ച് നടന്നാൽ പോരെ ഇവിടുന്ന്?
വെറുതെ സൂര്യന്റെ അടുത്തേക്ക് പോണോ? സാറേ, നമ്മൾ ഈ കാണാത്ത കൊറോണയെ പിടിച്ചു നിർത്തിയിട്ടില്ലേ, പിന്നെയാണ് MDMA മയക്കുമരുന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തത്. केरल की मिट्टी नशा के लिए सही है भाई, हमें और किसानों की जरूरत है। സാബ് तैयार हो जा। ശരി. സാബ്, അവരെല്ലാ തെളിവുകളുമായി നമ്മളടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. വെയിറ്റ് ആൻഡ്